10 വർഷത്തെ പിണറായി ഭരണം സംഘടനയെ ദുർബലമാക്കിയെന്ന സ്വയം വിമർശനത്തോടെ CPM കേന്ദ്ര കമ്മിറ്റി സമാപിച്ചു. കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിൽ തിരുത്തൽ വരും. ചില നേതാക്കളുടെ ധാർഷ്ട്യവും ബ്രാഞ്ച് തലത്തിലെ ദൗർബല്യവുമാണ് കേരളത്തിലെ കനത്ത തിരിച്ചടിക്ക് കാരണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിലെ വികാരം. 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയൻ, MV ഗോവിന്ദൻ എന്നിവരെ കടന്നാക്രമിച്ചുള്ള കീഴ്ഘടകങ്ങളിലെ വികാരം തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ പ്രതിഫലിച്ചില്ലെന്നാണ് വിവരം. ഏതുവിധേനയും ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം പാർട്ടിക്കുണ്ടായി. പാർലമെന്ററി വ്യാമോഹം ശക്തിപ്പെട്ടതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളായിരുന്നവരടക്കം തെരഞ്ഞെടുപ്പിൽ വിമതരായി രംഗപ്രവേശം ചെയ്തത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകളും ഇടതുപക്ഷ നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനവും വിമർശിക്കപ്പെട്ടു. ബംഗാളിൽ പാർട്ടി തകർന്നത് മുന്നറിയിപ്പായി കേരള CPM എടുക്കണം. കേരളത്തിൽ BJPയുടെ വളർച്ച ആശങ്കപ്പെടുത്തുന്നതാണെന്ന വികാരവും കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായി. തെറ്റുതിരുത്തൽ രേഖയും വനവാസി മേഖലയിലെ പാർട്ടി പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രത്യേക രേഖയും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായി. കേന്ദ്ര കമ്മിറ്റി ചർച്ചകൾക്ക് ജനറൽ സെക്രട്ടറി MA ബേബി മറുപടി നൽകി. ബഹുജന പ്രക്ഷോഭങ്ങളിലൂടെ സംഘടന ശക്തിപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. പാർട്ടിയുടെ തിരിച്ചുവരവിന് പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റത്തിനാണ് ശ്രമം. എന്നാൽ പിണറായി വിജയനെ വിമർശിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തയ്യാറാകുന്നില്ല എന്നത് ചർച്ചയിൽ നിന്ന് വ്യക്തമാണ്. ജനം, ഡൽഹി.